ചർച്ചയിലേക്ക് വീണ്ടും ശ്രീ ജയസൂര്യൻ, ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് താങ്കൾക്ക് മറുപടി പറയാം. ചോദ്യം ചോദിക്കാത്ത സമയം വളരെ കുറവായതുകൊണ്ടാണ്. ഇവിടെ കോൺഗ്രസിന്റെയും ഇടതുപക്ഷത്തിന്റെയും പ്രതിനിധികൾ ചരിത്രത്തിലേക്ക് ആണ്ടാണ്ട് പോയപ്പോൾ സംഭവിച്ച ഒരു ഫാക്ച്വൽ എറർ ഒന്ന് പറയാതെ വയ്യ. അതായത് EMS മന്ത്രിസഭയെ പിരിച്ചുവിടുമ്പോൾ അതിനെ BJPയുടെ അന്നത്തെ രൂപമായിരുന്ന ഭാരതീയ ജനസംഘം എതിർത്തത് അതൊരു ഹിന്ദു മന്ത്രിസഭ ആയതുകൊണ്ടല്ല. കൃത്യമായിട്ടും അന്ന് ഭാരതീയ ജനസംഘം വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു, തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെന്റിനെ ഏത് കാരണവശാലും പിരിച്ചുവിടുന്നത് ശരിയല്ല, അത് ജനാധിപത്യ വിരുദ്ധമാണ്, അതിന് ഏത് വകുപ്പ് ഉപയോഗിച്ചാലും അത് തെറ്റു തന്നെയാണ്. അപ്പോൾ ആ അടിസ്ഥാനപരമായ ജനാധിപത്യ മൂല്യത്തിലൂന്നിയാണ് അന്ന് ജനസംഘം, അതായത് ഇന്നത്തെ BJPയുടെ അന്നത്തെ രൂപം, EMS മന്ത്രിസഭയെ പിരിച്ചുവിട്ടതിനെ എതിർത്തത്. ഇതാണ് അതിൻ്റെ വസ്തുത. പിന്നെ എനിക്ക് പറയാനുള്ള കാര്യം ഇതാണ്, NSSഉം SNDPയും എന്ന് പറയുന്ന സമുദായ സംഘടനകൾ അവരുടെ സംഘടനകളുടെ ലക്ഷ്യത്തിനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ അവർക്ക് സമുദായത്തിൽ മാത്രമല്ല രാഷ്ട്രീയത്തിലും ഇടപെടേണ്ടി വരും. രാഷ്ട്രീയക്കാർ അവരെയും സമീപിക്കും. അപ്പോൾ അവരുടെ ഇടപെടലുകളും രാഷ്ട്രീയ സമീപനങ്ങളും സാമുദായികമായിട്ടുള്ള വെൽബീയിങ്ങിന് വേണ്ടിയും അവരുടെ ലക്ഷ്യം നേടിയെടുക്കാനും വേണ്ടിയാണ്. അതൊരിക്കലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ജീവിത പരമമായ ലക്ഷ്യം പോലെ ആയിരിക്കണമെന്നില്ല. അതുകൊണ്ട് BJPയെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായ ഒരു കാഴ്ചപ്പാടുണ്ട്. സമുദായ സംഘടനകൾക്ക് അതീതമായിട്ടുള്ള ഒരു രാഷ്ട്രീയം കെട്ടിപ്പടുക്കുക. ഇപ്പോൾ BJP അത് വളരെ വ്യക്തമായി തെളിയിച്ചു. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് അവിടെയൊക്കെ തന്നെ നമ്മൾ പറയുന്ന എന്താണ്, ജാതിയുടെ വോട്ട് ബാങ്കുകളെ കുറിച്ചാണ്. പക്ഷെ അതെല്ലാം തെറ്റിയില്ലേ? ഏറ്റവും അവസാനം നടന്ന ബീഹാറിലെ തെരഞ്ഞെടുപ്പ് വരെ എല്ലാവരും ജാതിയുടെ കണക്ക് വെച്ചുകൊണ്ട് കണക്ക് കൂട്ടിയപ്പോൾ ആ കണക്ക് കൂട്ടൽ BJPയുടെ രാഷ്ട്രീയ പ്രസൻസ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് ഈ ജാതീയ വിഭാഗങ്ങളെ വേർതിരിച്ച് കണ്ട് അതിലെ എഞ്ചിനീയറിംഗിലൂടെയാണ് എന്നതാണ്. ആ ആക്ഷേപമാണ് നിലനിൽക്കുന്നത്. അത് പിന്നീട് തെരഞ്ഞെടുപ്പിന്റെ വിവിധ ഘട്ടങ്ങളിൽ ആ സ്ട്രാറ്റജി മാറ്റുകയും മറ്റൊരു സ്ട്രാറ്റജിയിലേക്ക് മാറുകയും അതിൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തിൽ ഹിന്ദു ഭൂരിപക്ഷ ഐക്യം എന്നതും അതിനകത്ത് ക്രിസ്ത്യാനികളുടെ കൂട്ടി നായാടി മുതൽ നസ്രാണി വരെ എന്ന ഒരു ആശയം അവതരിപ്പിക്കപ്പെടുകയും ഒക്കെ ചെയ്തു എന്നതായിരുന്നു. ഏതായാലും ശ്രീ ജയസൂര്യൻ, ഇത് ഈ ഒരു ഘട്ടത്തിൽ തീർക്കാവുന്ന ചർച്ചയല്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ട് നമുക്ക് വരും ദിവസങ്ങളിലും ഇനിയുള്ള നിലപാടുകളൊക്കെ തന്നെ ചർച്ച ചെയ്യാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.